ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു പെൺകുട്ടിക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വീട്ടിലോട്ട് ഇനി മേലെ കയറി പോലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ തമ്മിൽ ഉണ്ടാകുന്നു, പോലീസ് എന്ന് പറഞ്ഞ പിന്നെ ഒരു ചാനൽ ഉണ്ടാകുന്നു. പിന്നീട് നല്ല അടിപൊളിയായിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം അതുപോലെ അത് പിന്നീട് ഇവർ ഈ ഒരു പെൺകുട്ടി തിരിച്ചു വരുമ്പോഴത്തേക്കിന് കെട്ടിപ്പിടിച്ചിട്ട് മോളെന്നൊക്കെ പറയുന്ന വേറൊരു ഡ്രാമ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ വേറെ ഉണ്ടായിരുന്നു. ഇത് അതുപോലെ ഒരു ഡ്രാമയാണോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിച്ച് പോകുന്നത്. കാര്യം ഞാൻ കുറച്ച് കമന്റ്സ് കൂടെ ഇതിനകത്ത് വായിക്കാം. അങ്ങനെ ആ കല്യാണ ചിലവെന്ന അച്ഛനും അമ്മയ്ക്കും ലാഭമായല്ലോ, എന്തൊക്കെയായിരുന്നു പൊന്നുപോലെ ഒരു വർഷം കഴിയുമ്പോൾ ഒന്നിനും വീട്ടുകാരുമായി ഹാപ്പി മാരീഡ് ലൈഫ്, മക്കൾക്ക് ഇത്രയും പകയോ, അമ്മയോട് വല്ലാത്ത കാലം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇത്രയും ഹേറ്റ് വന്നേക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇവരുടെ അമ്മ പറയുന്നുണ്ടല്ലോ, അതായത് ഇത്രയും വലിയ വാശി കാണിച്ച് വാശിക്കാരിയാണ് മകൾ എന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു പെൺകുട്ടിക്ക് വരുന്നൊരു ഹേറ്റാണ്. ഇപ്പം എന്തായാലും ആ അമ്മയ്ക്കും അച്ഛനും അവരുടെ സ്ഥലം വിൽക്കാതെ കഴിഞ്ഞല്ലേ, ആർഭാട വിവാഹവും അല്ല, ജീവിച്ച് കാണിക്കുന്നതിലാണ് കാര്യം, ഹാപ്പി ലൈഫ്, അച്ഛനമ്മയുടെ റൊമാൻസ് കഴിഞ്ഞിട്ട് വേണ്ടേ പിള്ളേരെ നോക്കാൻ. ഇവരുടെ അമ്മയ്ക്ക് ഭയങ്കര വാശിയുള്ള സ്ത്രീയാണെന്ന് തോന്നിയിട്ടുണ്ട്. മക്കൾ, ചെറിയ കുട്ടികൾ ഈ പ്രായത്തിൽ വാശി ഉണ്ടാകും, അത് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ. സത്യം, യൂട്യൂബിൽ ലാസ്റ്റ് വീഡിയോ ഈ കുട്ടിയെ മോശമാക്കി പറയുന്നത് പോലെയാ തോന്നിയേ. അവരുടെ എടുത്തുചാട്ടമാണ് ഈ കുട്ടികളെ ഇങ്ങനെ എത്തിക്കുന്നത്. സംഗീത കുറച്ച് പക്വത കാണിക്കും, മക്കളുടെ പ്രായവും നമ്മുടെയൊക്കെ പ്രായവും രണ്ടാണ്. ആ അച്ഛനാണെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കുമെന്ന് തോന്നുന്നു. എന്തായാലും മക്കൾ ഹാപ്പിയായി ജീവിക്കട്ടെ. ഇനി ചാനലിൽ വന്നു ഈ മക്കളെ മോശം പറയാതെ നോക്ക്. ഓക്കെ, എന്തായാലും സംഗീതയ്ക്കും അനിലിനും വസ്തു വിൽക്കാതെ പെൺകുട്ടികളുടെ കല്യാണം നടക്കാൻ പറ്റിയല്ലോ. ഇപ്പോഴും വന്ന് ദാരിദ്ര്യം പറച്ചിലും വസ്തു വിൽക്കാനുള്ള കാര്യം പറച്ചിലും അല്ലായിരുന്നു. ഈ കുട്ടിയും ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കാനുള്ള അവരുടെ ട്രാപ്പായിരുന്നു ആ വസ്തു കച്ചവട ഡ്രാമ. കൺഗ്രാറ്റുലേഷൻസ് നന്ദന എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഈ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വേറൊരു മറ്റേ ഈ ഗോസിപ്പ് ചാനലുകളുണ്ടല്ലോ യൂട്യൂബിൽ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞേക്കുന്നതാണ്. അത് ഈ ഒരു പെൺകുട്ടി ഈ പറയുന്ന പോലെ വസ്തു കച്ചവടം നടത്താതെ ഈ ഒരു പെൺകുട്ടിക്ക് കല്യാണം നടത്തി കൊടുക്കൂല, അല്ലെങ്കിൽ ഈ പറയുന്ന അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിനൊരു ഉത്സാഹം കാണിക്കുന്നില്ല, അങ്ങനെ ഒരു സീൻ വന്നപ്പം ആ ഒരു പെൺകുട്ടി തന്നെ ഇറങ്ങി പോയതാണ് എന്നുള്ള രീതിയിൽ ടാസ്ക്, അതിന്റെ പേരിൽ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഇറങ്ങി പോയതാണെന്നുള്ളൊരു ഗോസിപ്പ് ചാനലിൽ കണ്ടൊരു സംഭവമാണ്. അതിനകത്തുള്ള സത്യാവസ്ഥ ഒന്നും നമുക്കറിയത്തില്ല, നമ്മൾ അതിവിടെ സ്പ്രെഡ് ചെയ്യുന്നില്ല. കണ്ട കാര്യം നമ്മൾ ഇതുപോലെ വന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ആ ഒരു ഗോസിപ്പ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇവരുടെ ആണെങ്കിൽ ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഈ ഒരു പെൺകുട്ടിയുടെ അല്ല, ഈ ഒരു ആ പയ്യന്റെ ആണെങ്കിൽ അച്ഛൻ അമ്മ കൂടെ ഉണ്ട്. ഓക്കെ, അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ മാത്രമാണ് ഫാമിലി ഇല്ലാത്തത്. അതായത് ആ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒളിച്ചോട്ടമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ തന്നെ വന്ന് പറയും എന്താണ് സത്യം, ഒളിച്ചോടിയതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ സമ്മതത്തോടുകൂടി പോയതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാൻചെരുവുകൾക്ക് വേണ്ടിയിട്ട് അടിമഴക്കുണ്ടായിട്ട് ഇറങ്ങിയതാണോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവർക്കൊരു കണ്ടന്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു കണ്ടന്റ് ഉണ്ട്. കണ്ടന്റിന്റെ ചാകരയാണ് ഈ മാസം. കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ ദ കണ്ടന്റ്. പോക്ക് സീരീസ് ഇനിയും നമുക്ക് തുടരാമെന്ന് വിചാരിക്കാം. ഇവരുടെ ഇനി അടുത്ത മറുപടി അപ്പുറത്ത് രണ്ട് സൈഡ് ഇനിയും വരുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ പറഞ്ഞൊരു കാര്യം പറയട്ടെ. നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പോക്ക് എപ്പിസോഡ് എന്താണെന്നുള്ളത് അറിയത്തില്ല. പരദൂഷ കമ്മിറ്റി ഓഫ് കേരള ഇത് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള സംഭവം മാത്രമാണ്. ആ ഒരു സെൻസിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. ബാക്കിയുള്ള സീരിയസ് ടോപ്പിക്കൊക്കെ വേറെയാണ്. ഇത് ആ രീതിയിൽ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.